ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സഭായോഗം കൂടെ ഇപ്രകാരം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സംഭവ ബഹുലമായ ഒരാഴ്ച കൂടി നമ്മെ വിട്ട് കടന്നുപോയി. ഈ ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ വിശുദ്ധ സഭായോഗത്തിലൂടെ ദൈവത്തെ ഉയർത്തുവാൻ നമ്മുടെ ഭവനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ആയിരിക്കുന്നല്ലോ. ഏകാഗ്രതയോടെ ഈ പകലിലും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുത്ത് അവനെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽക്കാലം ഈ വിശുദ്ധ സഭായോഗത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ചു, ഞങ്ങളെ മാനിച്ചു, ഞങ്ങളെ ഓർത്തു. ഇങ്ങനെ നല്ലൊരവസരം ദൈവം നൽകി തന്നതോർത്തും ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പകൽക്കാലവും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കൂട്ടായ്മയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഇന്ന് വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പാട്ടുപാടി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയ്ക്ക് കീർത്തനം പാടുവാൻ, അങ്ങേ പാട്ടോടെ സ്തുതിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. വിശുദ്ധ വചനം ഗ്രഹിപ്പാൻ, അതനുസരിപ്പാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമേ. ദൈവസന്നിധിയിൽ ഈ പകൽക്കാലം ഞങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഈ പകൽക്കാലം ഞങ്ങളുടെ മധ്യ മഹത്വമെടുക്കട്ടെ. ദൈവരാജ്യം ഞങ്ങളുടെ മധ്യ സ്ഥാപിതമാകട്ടെ. ഹല്ലേലൂയ. അങ്ങയ്ക്ക് തരേണ്ടുന്ന എല്ലാ മഹത്വം തന്ന ഈ പകലിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ഈ സഭാരാധനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിടുതലുകൾ ഓരോരുത്തരും പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പാട്ടോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്കറിയാവുന്ന പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. Over to our team. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. We worship you, Lord. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധ
നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധി ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നാടുവാനതിൽ ദൂതരുമായി വരും. വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നാടുവാനതിൽ ദൂതരുമായി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാ അവർ കന്തം വരുത്തിടുവാൻ. വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാ അവർ കന്തം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധി ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ, oh we worship.
വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം ഈ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം ഈ വീടിനു മുദ്ര. ആശ്രയമേശുവിൻ എന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയാൽ പാടുള്ള പാണി, കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയാൽ പാടുള്ള പാണി, കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയമേശുവിൽ എന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. എത്ര സൗഭാഗ്യം ഈ ക്ഷീതിയിൽ, ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. എത്ര സൗഭാഗ്യം ഈ ക്ഷീതിയിൽ, ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിന ഭാഗ്യവാൻ ഞാൻ,
ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. Hallelujah. Hallelujah. പരിശുദ്ധനായ പിതാവേ, ഹല്ലേലൂയ. ഈ നല്ല സമയത്ത് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. ഈ തന്ന നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഓരോ മുറികളിലും അതുണ്ടായിരിക്കുവാൻ കർത്താവേ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നടന്ന വർഷിപ്പ് സെഷൻ ഞങ്ങൾ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ഞങ്ങൾ രുചിച്ചറിയുവാൻ ഈ തന്നെ നല്ല നിമിഷങ്ങൾക്കായി കർത്താവെ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് പിതാവേ, ഹല്ലേലൂയ. ശേഷമുള്ള വചന ശുശ്രൂഷയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്ററുകളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ, സ്തോത്രം. ദൈവിക ആലോചന ഞങ്ങൾ ഓരോരുത്തരിലും, ഹല്ലേലൂയ, അത് ഇൻജക്ട് ചെയ്യുവാൻ പാസ്റ്ററുകളെയും തങ്ങളുടെ കരങ്ങളിൽ, ഹല്ലേലൂയ, ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. മാനവത്വം തിരുമേനി എടുക്കണം, ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ, ഹല്ലേലൂയ. കൃപ തോന്നി കേട്ട് തരമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് ഒരിക്കൽ കൊടുന്നു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ഈ പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നു. സന്തോഷമുള്ള ഹൃദയങ്ങളോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരാലോചന ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനാപൂർവം കൈമാറുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ സദരം ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. ഈ പകലിൽ നിങ്ങളുടെ ശ്രദ്ധയെ 1 ശമൂവേലിൻ്റെ പുസ്തകം, 1 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 1 ശമൂവേൽ chapter 7 and verse 8. ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധേയമേറിയ ഒരഭ്യർത്ഥന. ഇസ്രായേൽ മക്കൾ ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന, അഭിഷിക്തനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, ന്യായാധിപനായിരിക്കുന്ന ശമൂവേലിൻ്റെ അടുക്കൽ മിസ്പയിൽ കൂടി വന്നിട്ട് അവരേക കണ്ടേന അഭ്യർത്ഥിക്കുന്ന ഒരഭ്യർത്ഥനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവർ അഭ്യർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ഒരു ശ്രദ്ധേയമേറിയ ഒരഭ്യർത്ഥനയാണത്. ഒരളവിൽ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരഭ്യർത്ഥനയാണ് അല്ലേ? നാം ചില സാഹചര്യത്തിൽ ആയിത്തീരുമ്പോൾ, അല്ല ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന നമുക്ക് അനിവാര്യമെന്ന് തോന്നുന്ന വേളകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളോട്, പ്രാർത്ഥന ജീവിതമുള്ള വ്യക്തിത്വങ്ങളോട് നാം ഈ അഭ്യർത്ഥന പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറയുന്നവരാണ്, ഒരുപക്ഷെ നാളെയും നമ്മൾ പറയുന്നവരായിരിക്കാം.
ഇവിടെ ഇസ്രായേൽ മക്കൾ ഒരു വലിയ പ്രതിസന്ധിയിലായി. ഫെലിസ്ത്യരുടെ മുൻപിൽ തോറ്റോടി അവർ ഇനി ജയിക്കാൻ കഴിയത്തില്ല എന്നൊരു ഘട്ടത്തിൽ അവർ എത്തി നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്താൽ അയക്കപ്പെട്ട ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ വന്നിട്ട് അവനോട് പറയുന്ന ഒരു അഭ്യർത്ഥന ശ്രദ്ധിക്ക്. ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് നീ മതിയാക്കരുതേ. പ്രവചനവരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ശമൂവേൽ അല്ലെങ്കിലും പ്രവാചക സ്ഥാനത്ത് ഒന്നാമത് അറിയപ്പെടുന്ന വ്യക്തി ശമൂവേൽ പ്രവാചകനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 20:7 എബ്രഹാം ഒരു പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ മോശെ അപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാർ ദെബോര എന്ന പ്രവാചകയെക്കുറിച്ച് കാണുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ എന്ന നിലയിൽ വേദപുസ്തകത്തിൽ ആദ്യം പരിചയപ്പെടുത്തിയിരിക്കുന്നത് ശമൂവേലിനെയാണ്. എന്നാൽ ഞാൻ വളരെ വേഗത്തിൽ എനിക്ക് തന്ന ആലോചനയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഒന്നാമതായി 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും തിരിക്കണം. 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ കൈവശം വേദപുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ വേദഭാഗത്തേക്ക് എടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു. 1 ശമൂവേൽ 1 ശമൂവേൽ ചാപ്റ്റർ 3:19 ഓൺവേർഡ്സ്. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായി പോകുവാൻ ഇടവരുത്തിയതുമില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ഇവിടെ ഇതാ ശമൂവേൽ എന്ന പ്രവാചകനെ പരിചയപ്പെടുത്തുവാൻ ഈ വേദഭാഗം ഉപയോഗിക്കുകയാണ്. ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചാണ് ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഇന്നിതാ ദൈവം പരിചയപ്പെടുത്തുന്ന വിശ്വസ്തനായ ഒരു പ്രവാചകനെ ശ്രദ്ധിക്കുക. ആ പ്രവാചകനോട് ഇസ്രായേലൊക്കെയും അവരുടെ സങ്കീർണമായ ഒരവസ്ഥയുടെ മുൻപിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് വിശ്വസ്തനായ ശമൂവേലേ നീ മതിയാക്കരുതേ. ഈ പകൽക്കാലം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവസഭയോട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവനാമത്തിൽ എനിക്ക് പ്രസംഗിപ്പാനും ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുമുള്ളത്, യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ഈ പാൻഡമിക് സീസണിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് യഹോവയോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ, മതിയാക്കരുതേ എന്ന് ദൈവസ്നേഹത്തിൽ ഈ പ്രാരംഭ സമയം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ശ്രദ്ധിച്ചേ, ശമൂവേൽ വളർന്നു വന്ന കാലഘട്ടം, വിശ്വസ്ത പ്രവാചകനായി എണ്ണിയ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. ആ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് പുരോഹിതന്മാരുടെ ദുഷ്ടതകൾ യാഗപീഠത്തിൽ പോലും അനുദിനം വർദ്ധിച്ചു വന്നപ്പോൾ ദൈവജനത്തിൻ്റെ ആത്മീക അധപ്പതനത്തിലേക്ക് അവ നയിക്കുകയും അന്യാരാധനകൾ പ്രബലമായി വരികയും പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും അമാതൃകാപരമായ ജീവിത ശൈലി നിമിത്തം ഇവിടെ ഇതാ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ ഗൃഹം മൊത്തം വഴുതി മാറിക്കഴിഞ്ഞിരുന്നു. 2-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും അമാതൃകാപരമായ ശുശ്രൂഷകളും ജീവിത ശൈലിക്കും മുൻപിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്താൽ അഭിഷിക്തനാക്കപ്പെടുകയും ചെയ്ത ശമൂവേലിനെ അവിടെ വ്യക്തമായി വിളിച്ചു കാട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവഹിത പ്രകാരം വിശ്വസ്തതയോടുകൂടി ജീവിക്കുന്ന ഒരു മാതൃക കാണിക്കുവാൻ ശമൂവേലിനെ എൻ്റെ ദൈവം അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. 7-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ ശുശ്രൂഷയുടെ മറ്റൊരു ഘട്ടം കാണാൻ കഴിയും. ജനത്തെ അനുതാപത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുവാൻ, ജനത്തിനും ദൈവത്തിനും മധ്യേ ഒരു മധ്യസ്ഥനായിരിക്കാൻ, ഒരു ന്യായാധിപനായിരിക്കാൻ, ഒരു പ്രവാചകനായിരിക്കാൻ, ഒരു പ്രാർത്ഥനാവീരനായിരിക്കാൻ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ശമൂവേൽ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയട്ടെ, ഈ പാൻഡമിക് സീസണിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തനായി, ദൈവത്തിന്റെ വിശ്വസ്തയായി, ജനത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഈടുവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ദൈവ പൈതലാകയാൽ നീ എനിക്ക് ജനത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഈടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുവേ എന്ന് സ്നേഹത്തോടെ ഞാൻ ദൈവസഭയോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾ എൻ്റെ ശ്രോതാക്കൾക്ക് പരിചയമുള്ള വേദഭാഗങ്ങളാണെന്ന് എനിക്കറിയാം. അല്ല എങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 1 മുതൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ സഭായോഗം കഴിഞ്ഞ് അത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ അടയാളമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകം. ദൈവ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ അടയാളമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകം. അതിപ്പോൾ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരോട് തോറ്റു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു കൊണ്ടുപോയി. നമുക്ക് സംഭവങ്ങൾ അറിയാം. ഈ വർത്തമാനം ഏലിയും, മഹാപുരോഹിതനായ ഏലിയും അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും ആ പടയിൽ പട്ടുപോയി കഴിഞ്ഞപ്പോൾ ആ വർത്തമാനം ആ രാജസന്നിധിയിൽ അല്ലെങ്കിൽ ഏലിയുടെ വീട്ടിൽ ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ ആ സഹോദരി അന്ന് ജനിച്ച കുഞ്ഞിന് ഇഖബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഒരു കാര്യം ഞാൻ വിരൽ ചൂണ്ടി നിങ്ങളോട് സംസാരിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവമഹത്വം ഇസ്രായേലിൽ ജനതയുടെ ഇടയിൽ ഇല്ലാതിരുന്നപ്പോഴും ആരാധന ഉണ്ടായിരുന്നു. റിച്വലായ ആരാധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ദൈവമഹത്വം ഇല്ലാതിരുന്നപ്പോഴും കോലാഹലങ്ങൾ, ബഹളങ്ങൾ ഉണ്ടായിരുന്നു. ദൈവമഹത്വം ഇല്ലാതിരുന്നപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. അതൊരു കാര്യം നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവമഹത്വം നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും നമ്മുടെ ഇന്നലകളിലെ പരിചയം നിമിത്തം നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്നലകളിലെ പരിചയം നിമിത്തം നിനക്ക് ആരാധന നയിക്കാൻ കഴിയും. ഇന്നലകളിലെ പരിചയ നിമിത്തം എല്ലാ ആത്മീക കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവം അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ല ദൈവമഹത്വം അതിൽ വെളിപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുവാൻ ആരും ബന്ധപ്പെടാറില്ല. അതിനുള്ള സമയവും ആരും എടുക്കാറില്ല. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതത്രേ. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ഇതാണ്. ആമേൻ. പ്രാർത്ഥനകൾ എന്ന പേരിൽ പലതും നടക്കുന്നുണ്ട്. ആരാധനകൾ എന്ന പേരിൽ പലതും നടക്കുന്നുണ്ട്. പല ബഹളങ്ങൾ നടക്കുന്നുണ്ട്. ആ കാലത്ത് നടന്നതുപോലെ പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. യുദ്ധ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവം അതിൻ്റെ നടുവിലുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഈ പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവ സ്നേഹത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പെട്ടകം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ദൈവ മഹത്വം അവരുടെ ശുശ്രൂഷകളിൽ ഇല്ലായിരുന്നു. ആമേൻ. എന്നാൽ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ, ജനത്തെ അനുതാപത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ആത്മികതയിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്താൽ നിയോഗിതനായി
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു പ്രത്യേക നിലവാരത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ട ശമൂവേലിനെ ശ്രദ്ധിച്ചു നോക്കുക. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പുരോഹിതൻ, വിശ്വസ്ത പ്രവാചകൻ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ. അതത്രേ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആരാധനയെന്ന പേരിൽ ദൈവ സാന്നിധ്യമില്ലാതെ കോലാഹലങ്ങൾ പെരുകി വരുമ്പോൾ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവർ ഹൊഫ്നിയെ പോലെ, ഫിനെഹാസിനെ പോലെ അമാതൃകാപരമായ ജീവിതത്തിന് ഉടമകളായി തീരുമ്പോൾ, ശുശ്രൂഷയുടെ പേരിൽ പലതും കാട്ടിക്കൂട്ടുമ്പോൾ, ഇതാ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ, ദൈവത്തിനു വേണ്ടി വിശ്വസ്ത പ്രവാചകനായിരിക്കാൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി ഒരു പുരോഹിതനായിരിക്കാൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി ഒരു മധ്യസ്ഥനായിരിക്കാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ശമൂവേലിനെ പോലെ എനിക്ക് ദൈവത്തിന് ഇന്നും നമ്മെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഫെലിസ്ത്യർ നിമിത്തം ഇസ്രായേൽ മക്കൾ അതികഠിനമായ പ്രശ്നത്തിലേക്ക് വീണുപോയപ്പോൾ, ശ്രദ്ധിക്കുക, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ അത് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഇവിടെ സത്യമല്ലേ? എല്ലാം സുഗമമായി അവർക്ക് നടന്നപ്പോൾ അവർക്ക് ദൈവത്തെ അന്വേഷിക്കേണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുകൾ അവർക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് തോൽവി ലഭിച്ചപ്പോൾ, ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നപ്പോൾ, ചില പ്രശ്നങ്ങൾ ദേശത്ത് വന്നപ്പോൾ, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ, അതാ ദേശത്ത് സംഹാരങ്ങൾ നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത. ആ കാലഘട്ടത്തിലേക്ക് ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന അഭിഷിക്തനായിരുന്നു ശമൂവേൽ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് പറയാൻ ആവശ്യപ്പെടുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി നീ ഒരു ശമൂവേൽ ആയിരിക്കണം. എന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി നീ ഒരു ശമൂവേൽ ആയിരിക്കണം. ആമേൻ. ദൈവത്തിനു വേണ്ടി വിശ്വസ്തനായിരിക്കണം. നിന്റെ പ്രാർത്ഥന ജനത്തിന് ആവശ്യമുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ആരാധന എന്ന പേരിൽ പലതും നടക്കുന്നുണ്ട്. ബഹളങ്ങളുണ്ട്, കോലാഹലങ്ങളുണ്ട്. എന്നല്ല, അതിൻ്റെ നടുവിൽ ദൈവമില്ല. അതാ സത്യം. അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം കണ്ടെത്തിയ ഒരഭിഷിക്തനാണ് ശമൂവേൽ. സ്തോത്രം. 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ഇസ്രായേൽ ജനതയ്ക്ക് ബോധ്യമായി. ദൈവത്തിനു വേണ്ടി ശമൂവേൽ വിശ്വസ്തയോടുകൂടെ നിന്നതുകൊണ്ട്, ശമൂവേൽ വിശ്വസ്തനായതുകൊണ്ട്, ശമൂവേൽ വിശ്വസ്ത പ്രവാചകനായതുകൊണ്ട്, ശമൂവേൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് ജനം ഗ്രഹിച്ചതുകൊണ്ട്, ഒന്ന്, ശമൂവേൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ജനത്തിന് ബോധ്യമായി. സ്തോത്രം. ഈ ഇസ്രായേൽ ജനത പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ? എന്നാൽ ഇന്ന് ഇസ്രായേൽ ജനത ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കാഞ്ഞതിനാൽ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഇസ്രായേലിന് എണ്ണത്തിൽ കുറവ് സംഭവിക്കത്തക്കവണ്ണം
പരാജയപ്പെട്ടിരിക്കുമ്പോൾ, ഏലി മരണമടഞ്ഞിരിക്കുമ്പോൾ, പുരോഹിതരാകേണ്ടിയിരുന്ന ഹൊഫ്നിയും ഫിനെഹാസും പടയിൽ പട്ടുപോയപ്പോൾ, നിരന്തരം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നാൽ ശമൂവേൽ പ്രാർത്ഥിച്ചാൽ, ശ്രദ്ധിക്കുക, ശമൂവേൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് അവർക്ക് ബോധ്യമായി. അവർ ശമൂവേലിന്റെ അടുക്കൽ വന്ന് കൂട്ടത്തോടെ പറയുക, ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. മറ്റൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, it was the only hope for them then. ഏക പ്രത്യാശ അതായിരുന്നു, ശമൂവേൽ പ്രാർത്ഥിക്കുക. ഇന്നും ഈ കാലഘട്ടത്തിന്റെ ഏക പ്രത്യാശ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവജനത്തിന്റെ പ്രാർത്ഥന മാത്രമാ. വിശ്വസ്തരായ ശമൂവേൽമാരുടെ പ്രാർത്ഥന മാത്രമാ. ഈ ഭാരതത്തിന് അനിവാര്യം ദൈവജനത്തിന്റെ പ്രാർത്ഥനയത്രേ. ഈ ഗോളത്തിന്, ഈ ഭൂമിക്ക് ആവശ്യം ദൈവജനത്തിന്റെ പ്രാർത്ഥനയത്രേ. കാര്യം, പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം എഴുന്നേൽക്കും, പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും, പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. അതുകൊണ്ട് ശമൂവേലിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, തുടർന്നുണ്ടാകാൻ പോകുന്ന അവരുടെ യുദ്ധത്തിൻ്റെ ജയപരാജയം നിയന്ത്രിക്കപ്പെടുന്നത് ശമൂവേലിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? അടുത്തിനി യുദ്ധമുണ്ട്. ഫെലിസ്തരോട് തോറ്റ നാണം കെട്ടിരിക്കുക. അടുത്ത യുദ്ധത്തിൽ അവർ ജയിക്കണമെങ്കിൽ യഹോവ കടാക്ഷിച്ചല്ലാതെ, യഹോവ ഇറങ്ങി വന്നിട്ടല്ലാതെ, അവരുടെ ശക്തി കൊണ്ടോ അവരുടെ യുദ്ധ തന്ത്രങ്ങൾ കൊണ്ടോ അവരുടെ ബലം കൊണ്ടോ കഴിയത്തില്ല എന്ന് ഇസ്രായേലൊക്കെ ബോധ്യമായപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ ജയപരാജയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് ശമൂവേലേ അങ്ങയുടെ പ്രാർത്ഥനയിലാണ്. അങ്ങ് പ്രാർത്ഥിച്ചാൽ ദൈവം എഴുന്നേൽക്കും, അങ്ങ് പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം നൽകും, അങ്ങ് പ്രാർത്ഥിച്ചാൽ ശത്രുക്കളെ തോൽപ്പിക്കാൻ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിലെ വിവിധങ്ങളായ പോരാട്ടങ്ങൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ വിജയങ്ങൾ മടുത്തു പോകാത്ത പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറയട്ടെ. നിന്റെ ജീവിതത്തിലെ വിജയങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ വിജയങ്ങൾ, നിന്റെ ബിസിനസിന്റെ വിജയങ്ങൾ, ആമേൻ, മടുത്തു പോകാത്ത പ്രാർത്ഥനയിൽ അത്രേ അധിഷ്ഠിതമായിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കളോട് ശമൂവേലിനോട് പറയുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ മതിയാക്കരുതേ. സ്തോത്രം. ഏത് കാലഘട്ടത്തിലും കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. നിന്റെ ജോലിയിൽ ദൈവം നിന്നെ മാനിക്കേണ്ടതിന് പ്രാർത്ഥന ആവശ്യമാണ്. നീ രോഗങ്ങളാൽ മറ്റു പല വ്യാധികളാൽ ഭാരപ്പെടുമ്പോൾ അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഡോക്ടർമാർക്കും മരുന്നിനും കഴിയാതെ വരുമ്പോൾ നമ്മെ വിടുവിക്കുന്ന ഒരുവൻ സ്വർഗത്തിലെ ദൈവമാ. ആ ദൈവത്തെ പ്രവർത്തന സജ്ജമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയത്രേ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു വിഷയം വീണ്ടും നിങ്ങൾക്കറിയാമെങ്കിലും തുറന്നു പറയട്ടെ, മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയത്രേ. മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന. മടുത്തു പോകാതെയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഓടി വരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ അല്ലേ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് പറഞ്ഞ ഒരു ഉപമയാണ്. ഞാൻ ആ ഉപമയിൽ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആ ഉപമയിലൂടെ ദൈവം അവതരിപ്പിച്ച വിഷയം ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ടൊന്ന് പറയട്ടെ.
ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നാം നിരന്തരം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. വീണ്ടും പറയട്ടെ, നിരന്തരം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒന്ന്, യേശു മടങ്ങി വരുന്നതുവരെ എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥനയിൽ നാം സഹിഷ്ണുത ഉള്ളവരായിരിക്കണം. 18-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. കർത്താവിന്റെ വരവ് വരെ വിവിധ വിഷയങ്ങളെ ഓർത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ഫേബയും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു പ്രയർ ലൈനിലുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടെയാണ്. ഓരോ സെഷൻ കഴിയും തോറും 10 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ. 24 hours. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും കഴിഞ്ഞ 3 ദിവസമായി കണ്ടിന്യൂസ് പ്രയറാ. ഞാൻ ചോദിച്ചു, അവർക്ക് മടുപ്പ് വരത്തില്ലേ? ഒന്ന് ബ്രേക്ക് വരുമ്പോൾ 1-2 പേര് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തു പോയാൽ 10 മിനിറ്റിനുള്ളവർ മടങ്ങി വരും. അപ്പോഴും പലരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു കാര്യം ഞാൻ ദൈവസഭയോട് പറയട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കൂട്ടത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം ഓൾറെഡി എഴുന്നേൽപ്പിച്ചിരിക്കുക. എന്നാൽ ഈ പകൽ നിന്നോട് സംസാരിക്കാനുള്ളത്, കർത്താവിൻ്റെ വരവരെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോടുകൂടെ നാം കൈകാര്യം ചെയ്യേണ്ട അതിശക്തമേറിയ ഒരു ശുശ്രൂഷയത്രേ മടുത്തു പോകാതെ ഉള്ള പ്രാർത്ഥന. പ്രിയ സഹോദരി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, ആമേൻ, നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവൻ കുഞ്ഞേ, നീ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞായിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. എപ്പോൾ വരെ? കർത്താവിൻ്റെ വരവ് വരെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇതൊരു ശുശ്രൂഷയത്രേ. ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന അതിശക്തമേറിയ ദൈവികാലോചന. എൻ്റെ ദൈവം എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നില്ല എന്ന് പറഞ്ഞ് നിരാശനായി മാറാനല്ല. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിശ്ചയമായും നിറവേറും. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മടുത്തു പോകാതെ കർത്താവിൻ്റെ വരവരെയും നാം സഹിഷ്ണുതയോടുകൂടെ പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിൽ പല വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ, തെസ്സലോനിക്ക ലേഖനത്തിൽ, കൊലോസ്യ ലേഖനത്തിലൊക്കെ ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനിത് വായിപ്പാനായി താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ 70 അല്ലെങ്കിൽ 80 വയസ്സ്, അതിൻ്റെ അപ്പുറമോ ഇപ്പുറമോ ആകാം. ആ ജീവിതത്തിൽ നമുക്കൊരു പ്രതിയോഗി ഉണ്ട് എന്ന് ഈ ഉപമ, യേശു പറഞ്ഞ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതെ, നമുക്കൊരു പ്രതിയോഗി ഉണ്ട്. ആമേൻ. മൂന്നാമതായി ഈ പകൽക്കാലം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നീതിക്ക് വേണ്ടിയും പാപത്തിനെതിരെയും നാം ഉറക്കെ കരയുന്നവരായിരിക്കണം. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന അനീതി, നീതി നൽകുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവ. പാപരഹിതമായ ഒരു ജീവിതം നയിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന കർത്താവിനോട് നീതിക്ക് വേണ്ടിയും പാപത്തിനെതിരെയും നാം ഉറക്കെ കരയുന്നവരായിരിക്കണം. 4 മടുത്തു പോകാത്ത പ്രാർത്ഥന വിശ്വാസമായി സ്വർഗത്തിലെ ദൈവം കണക്കാക്കും. 5-ാമതായി, അന്ത്യനാളുകളിൽ പ്രാർത്ഥനയ്ക്കെതിരെ സാത്താന്യ വെല്ലുവിളികൾ ശക്തമായി വർദ്ധിച്ചു വരും. 6-ാമതായി, ലോകമോഹങ്ങൾ, സാത്താൻ എന്നിവ കാരണം അനേകരുടെ പ്രാർത്ഥന ജീവിതം തണുത്തു പോകും. ഒരു മുന്നറിയിപ്പോടെ തരട്ടെ, പ്രാർത്ഥനയിൽ നാം പരാജയപ്പെട്ടാൽ സാത്താൻ നമ്മെ പരാജയപ്പെടുത്തും. ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ലൂക്കോസിലെ 18-ാം അധ്യായത്തിലെ ഈ ഉപമയിൽ നിന്നാണ് ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് അനേകരുടെ പ്രാർത്ഥനാ ജീവിതം തണുത്തു പോകാൻ കാരണം എന്തെന്നറിയാമോ? ലോകമോഹങ്ങൾ. അത് പിശാച് ഒരായുധമായി എടുത്തിട്ട് നമ്മെ ബിസിയാക്കി, ലോകമോഹങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നിമിത്തം ദൈവത്തോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്രേ അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഈ പകൽക്കാലം
ദൈവസ്നേഹത്തിൽ ദൈവസഭയോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുക. മടങ്ങി വരേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാ. 1 ശമൂവേൽ പുസ്തകം തന്നെ 7-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ അവരോട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ തീരുമാനം അതായിരിക്കണം. ദേശത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ദൈവം നിന്നെ വിശ്വസ്തയോടുകൂടെ ഫലമേൽപ്പിക്കുന്ന ഓരോ വിഷയത്തിനു വേണ്ടിയും മടുത്തു പോകാതെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നീ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിനക്കൊന്ന് പറയാൻ കഴിയുമോ? അതെ, ഞാൻ നിശ്ചയമായും പ്രാർത്ഥിക്കുമെന്ന്, ഞാൻ നിശ്ചയമായും പ്രാർത്ഥിക്കുമെന്ന് നിനക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പറയാൻ കഴിയുമോ? ആമേൻ. ഇവിടെ ശ്രദ്ധിക്കേ, ഈ 7-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, ദൈവം നിനക്ക് ഒരാത്മപ്രേരണ തരുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തികൾ മടങ്ങി വരും. ആ മടങ്ങി വരുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പിൻപിൽ ഒരു വലിയ വിജയം, അതിൻ്റെ പിൻപിൽ ഒരു വലിയ ഫലമുണ്ട് എന്ന് ഈ പകൽക്കാലം ആത്മനിറവനായി ഞാൻ നിന്നോട് വിളിച്ചു പറയുക. സങ്കീർത്തനം 66-ന്റെ 18-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. സങ്കീർത്തനം 66-ന്റെ 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 66-ന്റെ 18-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. ഇതാ, ഇസ്രായേൽ മക്കൾ മടങ്ങി വരാൻ തയ്യാറായപ്പോൾ ശമൂവേൽ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഇസ്രായേൽ മക്കൾ വീണ്ടും പറയുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. ഇന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് പറയുന്ന, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ആമേൻ. ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ നീ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രാർത്ഥന ദൈർഘ്യം എത്രയായി? വാസ്തവത്തിൽ ഈ ഈ ഈ ലോക്കായിട്ടുള്ള ഈ പീരീഡ് നമുക്ക് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സഹായകരമാകും. സ്തോത്രം. എൻ്റെ സഭയിലുള്ളവരോട് ഞാൻ പറയട്ടെ, ദിവസവും 8 മണി മുതൽ 9 മണി വരെ നമ്മൾ കൂടി വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുപോലും സംബന്ധിപ്പാൻ മടിയുള്ള ആളുകളെ കാണുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വളരെ വേദനയുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോളം ശക്തി മറ്റൊന്നിനുമില്ല. ഈ നാടുകളിൽ പ്രിയ ദൈവ പൈതലേ, നിൻ്റെ കുടുംബത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിൻ്റെ കുടുംബത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ ഒരു ന്യൂസ് വായിപ്പാനിടയായി. റഷ്യയിൽ MBBS കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന പെൺകുട്ടി ഈ അടുത്ത ദിവസമാണ് കടന്നു വന്നത്. വീട്ടിലൊരു റൂമിലേക്ക് ആക്കിയിട്ട് ആ വീട്ടുകാരെല്ലാവരും മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടങ്ങ് പോയി. ഇവിടെ ഒറ്റയ്ക്കായി. ഈ മാനസിക സമ്മർദ്ദം ആ പെൺകുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഞാൻ എന്തിനിതിവിടെ പറയുന്നു എന്നറിയാമോ? ഈ നാളുകളിൽ പ്രാർത്ഥന ഏറ്റവും ശക്തമായി ഉയരേണ്ട ഒരു കാലഘട്ടമാണ്. പിശാച് തൻ്റെ കയ്യിലൊരു അവസരം കിട്ടിയെന്ന് കണ്ട് അനേക കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, അനേകരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുവാൻ, അനേകരെ നശിപ്പിക്കുവാൻ, അനേകരെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവായവൻ അത്യന്തം ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരേ ഒരു പ്രതിവിധിയുള്ളൂ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. ഫെലിസ്ത്യർ ഒരു തക്കം പാർത്തിരിക്കുകയാ. ശ്രദ്ധിച്ചേ, ഫെലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ, അവരുടെ അവകാശത്തെ തട്ടിപ്പറിക്കുവാൻ അവസരം കാത്തിരിക്കുക. അവസരം ലഭിക്കുന്ന മാത്രയിൽ അവർ ചാടി വീഴും.
എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ രക്ഷപ്പെടണമെങ്കിൽ, അവരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. അത് ജനം തിരിച്ചറിഞ്ഞു. അവർ ശമൂവേലിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ അമ്മച്ചി, പ്രിയ അപ്പച്ച, നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ എന്നും പ്രാർത്ഥിക്കുന്നത്? ഇത്ര സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്നിത്യാദി നിരവധി ചോദ്യങ്ങൾ ആളുകൾ നിന്നെ വീട്ടിലുള്ളവർ തന്നെ ചോദിച്ചേക്കാം. എന്നാൽ ഈ പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ദൈവാത്മാവാണ് അത്രേ സമയം ഇരുന്ന് പ്രാർത്ഥിപ്പാൻ നിനക്ക് പ്രേരണ തന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു പ്രമാണം കൊടുത്തിരുന്നു. ലേവ്യ പുസ്തകം, ഈ വേദഭാഗം നിങ്ങളൊന്ന് എടുക്കണമേ. ലേവ്യ പുസ്തകം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 26, 26 അധ്യായം. വളരെ വേഗത്തിൽ ലേവ്യ പുസ്തകം 26 അധ്യായം, അതിൻ്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ലേവ്യ പുസ്തകം 26 അധ്യായം, അതിൻ്റെ 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 26, 40-45. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടക്കും. അവരുടെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. അവർ ദേശം വിട്ടുപോയിട്ടും അറിയില്ലാത്ത അതും ശൂന്യമായി കിടന്ന തൻ്റെ ശബത്തുകൾ അനുഭവിക്കും. അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്ക് എൻ്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുക മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ അവരെ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കുമെന്ന് യഹോവ. അപ്പോൾ യഹോവ എപ്പോഴാണ് അബ്രഹാമിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഇസ്രായേൽ മക്കളോട് ഓർക്കുന്നത്? അവർ അന്യ ദൈവങ്ങളെ പിൻപറ്റി ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കാതെ നടന്നതുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ അവർ മടങ്ങി വന്നാൽ, അവർ അനുതപിച്ച് മടങ്ങി വന്നാൽ അവരോടുള്ള ദൈവത്തിൻ്റെ നിയമത്തെ ഓർക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത്, ശമൂവേലിനെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചത് അവരെ മടക്കി കൊണ്ടുവരുവാനായിരുന്നു. അതാ വിശ്വസ്തനായ ഒരു പ്രവാചകന്റെ ദൗത്യം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അനേകരെ മടക്കിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഒന്ന് സ്തോത്രം പറയാമോ? ദൈവത്തെ വിട്ട് അകന്നുപോയ, പിന്മാറിപ്പോയ, ദുഷ്ടതയിൽ ജീവിക്കുന്ന, ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരാകട്ടെ, നീ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എൻ്റെ ദൈവം തരാൻ പോകുകയാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാൻ പോകുകയാണ്. നിന്റെ വീട്ടിൽ കുഴഞ്ഞിരിക്കുന്ന, നിന്റെ കുടുംബത്തിൽ കുഴഞ്ഞിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മുൻപിൽ ദൈവം വിടുതൽ തരാൻ പോകുകയാണ്. നീ മടങ്ങുവാ, ദൈവസന്നിധിയിൽ മടങ്ങുവാ, മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഒരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു വലിയ വിടുതൽ എൻ്റെ ദൈവം ഈ വചനം അയച്ച് നിനക്ക് തരാൻ പോകുകയാണ്. ദൈവാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്താനാ ഈ വചനം എനിക്ക് തന്നത്. പ്രാർത്ഥനയിൽ മടുത്ത് പോകരുത്. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും. അതെന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ജനം മടങ്ങി വന്നു. ശമൂവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ
7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. 1 ശമൂവേൽ 7:10. യഹോവ ഉത്തരമരളി. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഉത്തരമരളി. ശമൂവേൽ ഒരു ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ തക്കം പാർത്തിരുന്ന് ഇസ്രായേലിനോട് അടുത്തു. ഇന്നലെ അവർ തോറ്റുപോയതുപോലെ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. എന്നാൽ പ്രാർത്ഥനയാൽ ദൈവസാന്നിധ്യം മടങ്ങി വന്നത് ഫെലിസ്ത്യർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ശ്രദ്ധിച്ചേ, ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ ഒരു വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. സ്തോത്രം. കാരണം എന്താ? മടുത്തു പോകാതെയുള്ള മധ്യസ്ഥത വഹിച്ചുള്ള ശമൂവേലിന്റെ പ്രാർത്ഥന. 2, ജനം അനുതപിച്ച് നിലവിളിയോടെ ദൈവത്തോട് അടുത്തു വന്നു. ശമൂവേൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ, നീ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ മുട്ടുകുത്തി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആര് ഇന്നലെ വരെ നിന്നെ തോൽപ്പിച്ചോ, ആരുടെ അടിമകളായിരുന്നോ, അവരുടെ മേൽ തന്നെ നീ ഉദ്ദേശിക്കാത്ത നിലയിൽ ഒരു വലിയ വിജയം യേശുവിൻ നാമത്തിൽ ഈ രാവിലെ ഞാൻ പ്രഖ്യാപിക്കുകയാ. ഒരു വലിയ വിജയം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ദൈവം ഒരു വലിയ ഇടിമുഴക്കി ഫെലിസ്ത്യരെ മുഴുവൻ ഭ്രമിപ്പിച്ചു കളഞ്ഞു. അവർ പരിഭ്രമിച്ചു പോയി. ഇസ്രായേലിന് ദൈവം വിജയം കൊടുത്തു. എൻ്റെ ദൈവം ഈ പകൽക്കാലം നിന്നോട് പറയുന്നു, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദിനങ്ങളിൽ നീ ചില വിജയങ്ങൾ കാണാൻ പോകുകയാണ്. നീ ചിന്തിച്ച നിലയിലല്ല. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ ദൈവം ഒരു ഇടിമുഴക്കും, ശത്രുവിനെ പരിഭ്രമിപ്പിക്കും. നിന്നെ വേട്ടയാടുന്നത് കുടുംബത്തിലെ ചില വിഷയങ്ങളാകാം. നിന്നെ വേട്ടയാടുന്ന തലമുറയുമായി ബന്ധപ്പെട്ട വിഷയമാകാം. നിന്നെ വേട്ടയാടുന്ന ഒരു രോഗമാകാം. നിന്നെ സാമ്പത്തിക ക്ലേശമാകാം. അത് ഏതുമാകട്ടെ, ഈ പകൽക്കാലം ഒരു കാര്യം ദൈവാത്മാവ് നിന്നോട് വിളിച്ചു പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നു. ആമേൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇഷ്ടമുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സമയം വരെ പ്രാർത്ഥിക്കുക. നിശ്ചയമായും നിനക്കൊരു പ്രതിഫലമുണ്ടാകും. ആമേൻ. ശമൂവേൽ വാസ് എ മാൻ ഓഫ് പ്രയർ. ശമൂവേൽ പ്രാർത്ഥിച്ചു. ആമേൻ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, a man or a woman of prayer is more powerful than a whole army. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒറ്റയ്ക്കായിരിക്കാം. എന്ന് ഞാൻ പറയട്ടെ, ആ വ്യക്തി ഒരു വലിയ സൈന്യത്തെക്കാൾ ശക്തിയുള്ളവനാ. ശമൂവേൽ പ്രാർത്ഥിച്ചു. ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ മേൽ ദൈവം ഇസ്രായേലിന് ജയം കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഒരു മല മുഴുവൻ ആളുകൾ വന്ന് പാളയമിറങ്ങി. പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ മതിയായിരുന്നു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ. നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ വാമൊഴിയില്ലാതെ നമ്മുടെ ഹൈദരാബാദ്, നമ്മുടെ ഭാരതം, ഈ ലോകം മുഴുവൻ, നിൻ്റെ അയൽവാസികൾ നിന്നോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. ഈ ചർച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം, ചർച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു കുടുംബം എല്ലാ ദിവസവും ഞങ്ങളെ വിളിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. അവരുടെ ഒരു വിഷയത്തിന് മുൻപിൽ വൈദ്യശാസ്ത്രം കൈവിട്ടതാണ് അവരെ. നമ്മുടെ പ്രാർത്ഥന നിമിത്തം ദൈവം അവർക്കൊരു വിടുതൽ കൊടുത്തു. അതുകൊണ്ട് ഈ ഭാഷ, ഈ ശബ്ദം ഞങ്ങൾ എന്നും കേൾക്കാറുള്ളതാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. നാളത്തെ വിജയം, നാളത്തെ ആർപ്പ്, നാളത്തെ ആരാധന ഇന്ന് നിൻ്റെ മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയുടെ റിസൾട്ടാണെന്ന് ഒരു ദൈവദാസൻ അഭിഷിക്ത എന്ന നിലയിൽ നിന്നോട് ഞാൻ വിളിച്ചു പറയട്ടെ. ഓസ്വേൾഡ് ചേംബർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞത്, prayer does not fit us to the greatest work,
പ്രയർ ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് വർക്ക്. പ്രാർത്ഥന എന്നത് ഒരു വലിയ പ്രവൃത്തിയിലേക്ക് നമ്മെ യോജിപ്പിക്കുന്നതല്ല, എന്നാൽ പ്രാർത്ഥന തന്നെ ഒരു വലിയ പ്രവൃത്തി അത്രേ. അതെ, നീ ഒരു പ്രാർത്ഥന വ്യക്തിയായി മാറുക. ഒരു പക്ഷെ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ലായിരിക്കാം, ആരാധന നയിപ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കാം, എന്നാൽ പ്രോബബ്ലി ആളുകൾ പറയാറുള്ളത് പ്രാർത്ഥിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അവിടെ തന്നെ നീ ജയിക്കണം. നീ ഒരു പ്രാർത്ഥന വീരയായി, പ്രാർത്ഥന വീരനായി അറിയപ്പെടട്ടെ. മറ്റൊരാൾ ഇപ്രകാരം പറഞ്ഞു, I will pray because I believe in the power of prayer. I pray because I have no doubt that God has answered my prayer. ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. 2, എനിക്ക് സംശയം ലവലേശമില്ല, കാര്യം എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കും. And I pray because God has given me another day. ഒരു നല്ല ദിവസം കൂടെ ദൈവം എനിക്ക് നൽകി തന്നതിനാൽ ഞാൻ പ്രാർത്ഥിക്കും. നോ മാറ്റർ വാട്ട് അതേഴ്സ് മേ തിങ്ക് ഓർ സേ, സ്റ്റിൽ ഐ വിൽ പ്രേ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിമർശിക്കുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമേറിയ പദ്ധതികൾ നമുക്ക് ട്രേസ് ചെയ്യുവാൻ ഒരു മാർഗം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥന മാത്രം. പ്രിയ സഹോദരി, നിൻ്റെ ദൈവം പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. നിൻ്റെ കാതിൽ നിലയടിക്കുന്നൊരു ശബ്ദം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. അതെ, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ഒരു അഭിഷിക്ത നിലയിൽ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അതാ. പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്, പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്, പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം വളരെ ശക്തമായി ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഇസ്രായേൽ മക്കൾ അവർ വലിയ പ്രതിസന്ധിയിലായപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട ശമൂവേൽ എന്ന പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ അഭ്യർത്ഥന ഞങ്ങൾ ഇന്ന് ചിന്തിച്ചു. അതെ, ഈ അഭ്യർത്ഥന ഞങ്ങൾ നിരന്തരം ഞങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നവരാ. ഞങ്ങളുടെ ഉത്തരവാദിത്വം അത്. ദേശത്തിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, ഒഫീഷ്യൽസിനായി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ സഭയായി എന്നെ, എൻ്റെ കുടുംബത്തെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം ഏവർക്കും അനുഗ്രഹമാകട്ടെ. സർവശക്തൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കുറച്ച് അറിയിപ്പുകളുണ്ട്, ദൈവം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ദശാംശവും സ്തോത്ര കാഴ്ചയും സ്ക്രീനിൽ കാണിക്കുന്ന ആ നമ്പറിലേക്ക് പ്ലീസ് നിങ്ങൾ അയക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിലത്തെ വിത്തും വൃക്ഷത്തിൻ്റെ ഫലവും ദൈവത്തിന് യഹോവയ്ക്കുള്ളതാണ്, യഹോവയ്ക്ക് അത് വിശുദ്ധം എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സ്തോത്ര കാഴ്ചയും ദശാംശവും നിങ്ങൾ ആ നമ്പറിലേക്ക് അയക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു. ആൻഡ് സെക്കൻഡ്, വി ഹാവ് സൂം മീറ്റിംഗ്സ്. എല്ലാ ആഴ്ചയും, ഹല്ലേലൂയ, എല്ലാ ദിവസവും നമുക്ക് സൂമിൽ മീറ്റിങ്ങിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വേൾഡ് ഈ ഒരു കംപ്ലീറ്റ് വെർച്വലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മളും അത് ഉപയോഗിക്കണം. നമുക്ക് പേഴ്സണൽ ഇവാഞ്ചലിസത്തിലും ഇത് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും നിങ്ങൾ സുവിശേഷം പറയാൻ പറയുന്നുണ്ടെങ്കിൽ അവരെ ഈ മീറ്റിങ്ങിലോട്ട് നിങ്ങൾ ക്ഷണിക്കുവാണെങ്കിൽ, യൂത്തിൻ്റെയും പല മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതല്ലാതെ ഡെയിലി പ്രെയർ നമുക്ക് റിവൈവൽ സെൻറ്ററിൽ നിന്നും നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ അവരെ ക്ഷണിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, അത് അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായി തീരണം. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഉത്സാഹിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. സൂം മീറ്റിംഗ്സ്
ഈ ആഴ്ച നമുക്ക് റെവലേഷനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. പാസ്റ്റർ കെ തോമസ് നമുക്ക് റെവലേഷൻ എൻ്റെ ബുക്കിൽ നിന്നും പഠിപ്പിക്കുന്നുണ്ട്. അത് അത് വരുന്ന ആഴ്ചയും നെക്സ്റ്റ് വീക്കും അത് കണ്ടിന്യൂ ആകും. അതുകൊണ്ട് കൂടുതൽ പേരെയും നിങ്ങൾ അതിൽ ക്ഷണിക്കുക. May God bless us all. And RCAG wishes happy birthday to Chris Marin Varghese on 19th, Rani Jimmy and Ebinson also on the 19th of July, Rijo Thomas on 21st, Joel P. Sham on 22nd July, and Melvin Thomas on 25th of July. May God bless you all. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്തതായി ഡയറക്ടറിയാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഇവിടെ ഈ പേരുകൾ വായിച്ചപ്പോൾ ഇവരെല്ലാവരുടെ പേര് അപ്ഡേറ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കണ്ട അനൗൺസ്മെൻറ്റിൽ ചില ഫസ്റ്റ് നെയിം മാത്രം ചിലപ്പോൾ കാണുകയുള്ളൂ, ലാസ്റ്റ് നെയിം മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇയർ ഡയറക്ടറി അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ അത് ആഗ്രഹിച്ചു. അത് വെബ്സൈറ്റിൽ കൂടെയാണ് വെർച്വലി ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ ഫസ്റ്റ് നെയിം മാത്രം ഉള്ളവരാണെങ്കിൽ അത് പിന്നെയും കയറി നിങ്ങളതിൻ്റെ ലാസ്റ്റ് നെയിമോ ഇനീഷ്യൽസോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെയോ കിഡ്സിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ അല്ല ലാസ്റ്റ് നെയിം കൂടെ അപ്ഡേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാഴ്ച കൂടെ ഇനിയും വരുന്ന രണ്ടാഴ്ചയിൽ അഥവാ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഡയറക്ടറി അത് പൂർണ്ണമായുള്ള അപ്ഡേറ്റഡ് ഡയറക്ടറി നമ്മൾ ചെയ്യണമെന്ന് ആണ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ ആ കോപ്പറേഷൻ അതിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ നെക്സ്റ്റ് വി ഹാവ് സൺഡേ സ്കൂൾ. സൂം മീറ്റിംഗ് പോലെ തന്നെ നമുക്ക് സൺഡേ സ്കൂളും ഓൺലൈൻ നമ്മളിപ്പോൾ മാറ്റി. ഫെലോഷിപ്പ് എമംഗ് ദ കിഡ്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാ സൺഡേ ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള സൺഡേ സ്കൂൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. വി ഓൾ ആക്ച്വലി come from those Sunday school. It is we all know how important that is in our lives. And now നമുക്ക് വളരെ നമ്മുടെ കുട്ടികളല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലാതെ തന്നെ ലോകത്തിലുള്ള ഏത് രാജ്യത്തുള്ള കുഞ്ഞുങ്ങളാണേലും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ളവരെ നിങ്ങൾ ഇതിൽ ക്ഷണിക്കാം. revivalcenter.org/Sunday school എന്ന് പറഞ്ഞ ലിങ്കിൽ ചെന്ന് നിങ്ങൾ എൻറോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കിഡ്സിനെ നമ്മളിവിടുന്ന് അവരെ ഫോളോ അപ്പ് ചെയ്യും, അവരെ ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യും. ഒരു അനുഗ്രഹപ്രദമായ ഒരു സൺഡേ സ്കൂൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ നിങ്ങൾ ഉത്സാഹിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. And that's all for this week's announcement. Thank you all for tuning in for ഈ ആഴ്ചയിലെ വർഷിപ്പ് സെഷനിലേക്ക്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു സഭാകുടിയോടുകൂടെ നൽകി തന്നതിനാൽ നന്ദി. ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നന്ദി. പാട്ടുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ഒക്കെ ഞങ്ങളോട് ഇടപെട്ടതിനാൽ നന്ദി. ഇനി വചനം കേട്ട ഇനി കേൾക്കാൻ പോകുന്ന ഓരോരുത്തർക്കും ഈ വചനം, ഈ കൂട്ടായ്മ അനുഗ്രഹമാക്കട്ടെ. ഈ നാളുകളിൽ ഞങ്ങളുടെ റിവൈവൽ സെൻറ്റർ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമെന്ന് ഞങ്ങളെക്കുറിച്ച് സ്വർഗം സാക്ഷീകരിക്കുന്ന ദിനങ്ങൾ ഞങ്ങൾ മുന്നിൽ കാണുന്ന കർത്താവേ, ദൈവം ഞങ്ങൾക്കൊരുക്കുന്ന വിടുതലുകൾക്കായി സ്തോത്രം. ആമേൻ. തിരുക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ, ലോകവ്യാപകമായി ഈ COVID-19 നിമിത്തം ഭാരപ്പെടുന്ന 220-ലധികം രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളുടെ ഭാരതത്തോട് മനസ്സലിയണമേ, ഹൈദരാബാദിനോട് മനസ്സലിയണമേ, തെലങ്കാനയോട് മനസ്സലിയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന് ഈ ദേശങ്ങളെ വിടുവിക്കാൻ കഴിയും. ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവേ, ഞങ്ങളെ കേട്ടതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ നാൾ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളോട് കൂടെ പങ്കെടുത്തതിന് വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.